നമസ്കാരം. നമസ്കാരം. CPM-ൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത വലിയ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. നമുക്കറിയാം, ഇലക്ഷന് ശേഷം ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ CPM-ന്റെ പാർട്ടി ആഭ്യന്തര കാര്യങ്ങൾ പോലും എടുത്തോട്ട് പറയുന്നു. പിണറായി വിജയൻ മാൻഡ്രേക്കാണ് MV ഗോവിന്ദനെതിരെ കടന്നാക്രമിക്കുന്നു. ജില്ലാ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അങ്ങനെ എല്ലാ കാര്യത്തിലും. ഇപ്പം ഏറ്റവും പുതുതായി ഈ പറഞ്ഞ പോലെ വീണ വിജയന്റെ കാര്യം വരുമ്പോൾ ഇത്രയും കാലം മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കാതിരുന്ന ബിനീഷ് കോടിയേരിയുടെ മെമ്പർഷിപ്പ് വീണ വിജയന്റെ വിഷയത്തോടു കൂടി അത് പെട്ടെന്ന് പുതുക്കി കൊടുക്കുന്നു. കാരണം ഇനി അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകണ്ട എന്നുള്ള തരത്തിലോട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ആ മെമ്പർഷിപ്പ് പുതുക്കുന്നത് തടഞ്ഞു നിർത്തിയത് MV ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ നടക്കുമ്പോഴാണ് ഇപ്പൊ ഏറ്റവും പുതുതായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഒരു മാഗസിനിൽ അതിശക്തമായി പാർട്ടിയെ പേരെടുത്ത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിക്കെതിരെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആരെയാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, CPM-ലെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നു ഒളിഞ്ഞും മറഞ്ഞും കൊണ്ടുള്ള ഒരു അക്രമമാണിത്, അല്ലാതെ നേരിട്ടെങ്ങാണ്ട് ഒരു കാര്യം വ്യക്തമായി പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും CPM-ന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം പറയുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. എങ്ങനെയാണ് സാർ ഈ വിഷയത്തെ കാണുന്നത്? ഫവാസെ, ഇപ്പോൾ നമ്മൾ കഷ്ടകാലം വരുമ്പോൾ അരയിൽ കിടന്ന് അരഞ്ഞാൻ വരെ പാമ്പായി മാറും എന്നൊരു പഴമൊഴി കേരളത്തിലുണ്ട്. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പഴമൊഴി അന്വർത്ഥായി മാറിയിരിക്കുന്നു. കാരണം CPM മുൻപെങ്ങും ഇല്ലാത്ത വിധം അതിദയനീയമായി പരാജയപ്പെട്ട് വളരെ മോശമായ രീതിയിൽ, CPM-ന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ രീതിയിലാണ് CPM ഇപ്പോൾ നിൽക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിന് ശേഷം. ആ ദയനീയമായ തോൽവിക്ക് കാരണക്കാരൻ എന്ന് CPM-കാർ തന്നെ അവരുടെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളോടുള്ള പെരുമാറ്റ രീതിയും ഒന്നാണ് എന്ന് പറഞ്ഞത്. മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ധാർഷ്ട്യം കലർന്ന വിവരക്കേടോടു കൂടിയ പ്രസംഗങ്ങളും പെരുമാറ്റ ശൈലിയും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി എന്നാണ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായി മറ്റേതെങ്കിലും ഘടകകക്ഷികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അല്ല പറഞ്ഞത്. CPM-നകത്തുള്ള അതിൽ അസംതൃപ്തരായ ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാത്ത നേതൃത്വത്തിനെ തിരുത്താൻ വേണ്ടി ഈ അണികള് ഓരോരോ ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ബൂത്ത് തലത്തിലുമെല്ലാം ചേർന്ന അവലോകന യോഗങ്ങളിലാണ് ഇത്തരത്തിലൊരു തുറന്നടിക്കലുണ്ടായത്. സംസ്ഥാന സമിതിയിൽ വരെ പിണറായി വിജയനും MV ഗോവിന്ദനും എതിരെ രൂക്ഷ വിമർശനം നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞു വരുന്നത്, CPM-ന് കഷ്ടകാലം തന്നെയാണ്. ഈ കഷ്ടകാല സമയത്ത് കൂടെ നിൽക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾ, അതായത് പാർട്ടി കുടുംബത്തിൽ നിന്ന് തന്നെ CPM-ന് വലിയ വലിയ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഫവാസ് സൂചിപ്പിച്ചതുപോലെ പച്ചക്കുതിര എന്ന ഒരു മാസികയിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പത്നി വിനോദിനി ബാലകൃഷ്ണന്റെ ഒരു അഭിമുഖം അടിച്ചു വന്നിരിക്കുന്നത്. ഈ അഭിമുഖത്തിൽ വിവാദപരമായ പല കാര്യങ്ങളും അവരെടുത്തു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഒരിക്കലും കോടിയേരിയുടെ ദേഹവിയോഗത്തിന് ശേഷം ഞങ്ങളോട്, കോടിയേരിയുടെ കുടുംബത്തോട് നീതി കാണിച്ചിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ അനുസ്മരണ ചടങ്ങിനല്ലാതെ ഒരു കാരണവശാലും ഒരു പാർട്ടിക്കാരനും ഒരു നേതാവും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സംസ്ഥാനത്ത് തലമുതിർന്ന ഒരു നേതാവ്, ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു നേതാവ് എന്തെങ്കിലും ആവശ്യത്തിന് പോലും ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല എന്നൊക്കെ നിരന്തരമായി CPM-നെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് വിനോദിനി ബാലകൃഷ്ണൻ പച്ചക്കുതിരയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഒട്ട് ശരിയുണ്ട് താനും. അതായത് കോടിയേരി ബാലകൃഷ്ണൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയി നിൽക്കുമ്പോൾ പിണറായി വിജയന്റെ ഏതാണ്ടൊരു വലങ്കൈ പോലെ തന്നെയാണ് കോടിയേരി പ്രവർത്തിച്ചിരുന്നത്. അതായത് പിണറായിക്ക് അഹിതങ്ങളായ ഒന്നും തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരു വേള പിണറായി ആരുടെയെങ്കിലുമൊക്കെ മരണത്തിൽ വലിയ വിഷമം പ്രകടിപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടിയേരി ബാലകൃഷ്ണന്റെ ആ ദേഹവിയോഗ സമയത്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിയുണ്ടായി. അതെന്ത് തന്നെ ആയാലും കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിവിശ്വസ്തനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിന് മറ്റൊരു പിന്നാമ്പുറം കൂടി പറയുന്നുണ്ട്. അതായത് ഒരു വേള പാർട്ടിയിൽ പിണറായി വിജയന് അപ്പുറത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ വളരും എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വെട്ടി ഒതുക്കാൻ വേണ്ടി പിണറായി വിജയൻ പാർട്ടിയിൽ ചില കരുക്കൾ നീക്കിയിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. ഇവിടെ വിനോദിനി ബാലകൃഷ്ണൻ പറയുന്ന മറ്റൊരു കാര്യം,
അത് നേരത്തെ തന്നെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്താണ്. ഫവാസും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. കോടിയേരി ബാലകൃഷ്ണന്റെ അകാലത്തിലുള്ള ദേഹവിയോഗം, അദ്ദേഹത്തിനൊരു അസുഖം വന്നു. അസുഖത്തെ തുടർന്ന് ദീർഘനാൾ അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ചികിത്സ കൊണ്ടൊന്നും. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ്. ആ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കണം എന്നുള്ളത് കുടുംബത്തിന്റെ വലിയൊരു ആവശ്യമായിരുന്നു. കോടിയേരി പക്ഷക്കാരുടെ, ഈ ഷംസീർ അടക്കമുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ താല്പര്യം കൂടിയായിരുന്നു. CPM-ലെ സൗമ്യമുഖം, ചിരിക്കുന്ന മുഖം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ട് പാർട്ടിക്ക് ഉപരിയായി മറ്റ് പാർട്ടികളിലും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യതയുള്ള ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മരണശേഷം തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കണം, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കണം. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കണം എന്നുള്ളത് വിനോദിനി ബാലകൃഷ്ണൻ അടക്കം ആ കുടുംബത്തിന്റെ ഒരു വലിയ താല്പര്യമായിരുന്നു. പക്ഷെ ആ താല്പര്യം അന്ന് പിണറായി വിജയൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്തേക്ക് യാത്രയാവുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോ പലരും ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയന് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു വിദേശയാത്ര ഉണ്ടായിരുന്നു. അതിന് രാവിലെ തന്നെ പോകണം. അതുകൊണ്ട് കോടിയേരിയുടെ ഈ മൃത സംസ്കാരം പിന്നീട് മാറ്റിവെച്ചു കഴിഞ്ഞാൽ, ദേഹ സംസ്കാരം പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റിവെച്ചാൽ അത് നീണ്ടുപോയി കഴിഞ്ഞാൽ യാത്ര റദ്ദാവും. അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോടിയേരിയുടെ മൃതശരീരം എല്ലാവിധ ഔദ്യോഗിക ബഹുമതിയോടുകൂടി പയ്യാമ്പലത്ത് സംസ്കരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ വിനോദിനി ബാലകൃഷ്ണനുള്ള ഒരു വിഷമം അവർ അന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല, അത് പാർട്ടി അദ്ദേഹത്തോട് കാണിച്ച അനീതിയാണ്. ഒരുപക്ഷെ അന്ന് പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരൻ കോടിയേരിയാണ് എന്നൊക്കെയുള്ള ഒരു പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും കണ്ണൂർ, പയ്യന്നൂർ മേഖലയിലെല്ലാം കോടിയേരി ബാലകൃഷ്ണൻ വലിയ സ്വീകാര്യതയുള്ള ജനനേതാവ് തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി. ഈ വിഷയം അറിയാലോ, ഫവാസിന് അറിയാം. അത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷിനെ അറസ്റ്റ് ചെയ്ത് പരപ്പന അഗ്രഹാര ജയിലില് ബംഗളൂരുവിൽ അങ്ങോട്ട് കൊണ്ടുപോയി. ആ സന്ദർഭത്തില് കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല എന്നൊരു അഭിപ്രായം കൂടി പലപ്പോഴായി ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറയുണ്ടായി, ED വന്നിട്ടുണ്ടെങ്കിൽ EDയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാകണമല്ലോ, അപ്പൊ അതെന്താണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് പാർട്ടി ഈ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല, അത് കുടുംബം നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. എന്നാൽ വീണാ വിജയന് എതിരെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വരുന്നു, EDയുടെ അന്വേഷണം വരുന്നു, CMRൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി എന്നുള്ള ആരോപണങ്ങളെല്ലാം വരുമ്പോൾ AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് വീണാ വിജയൻ എക്സാലോജിക് എന്ന തന്റെ കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തിരുന്നുള്ള ആക്ഷേപങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വീണാ വിജയനെ പ്രതിരോധം തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ വീണാ വിജയനെതിരെയുള്ള വിഷയങ്ങൾക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് AK ബാലൻ അടക്കം, തോമസ് ഐസക് അടക്കമുള്ള CPM-ലെ മുതിർന്ന നേതാക്കളെല്ലാവരും പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നതാണ് കണ്ടത്, വീണയെ സംരക്ഷിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകേണ്ട അവസരത്തിൽ എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളം ഏതാണ്ട് ബിനീഷ് ജയിലിൽ കിടന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ആരും തന്നെ ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു CPM-കാരൻ പോലും മുന്നോട്ട് വരുന്നത് കണ്ടില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിനോദിനി ബാലകൃഷ്ണൻ ഈ അഭിമുഖം പച്ചക്കുതിര എന്ന മാഗസിൻ നൽകിയത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊരു കേസ് കൂടിയുണ്ട്. ഈ ബിനീഷിന്റെ സഹോദരൻ ബിനോയ് കോടിയേരി, അദ്ദേഹത്തിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായിരുന്നു. മറ്റൊരു അന്യസംസ്ഥാനക്കാരിയായ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങളും അതിലൊരു കുട്ടിയുണ്ട് എന്നുള്ളതും, പിന്നീട് ആ ഒരു ബന്ധം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് തുകകളൊക്കെ അവർ മുടക്കേണ്ടി വന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത് മാധ്യമങ്ങളിലൂടെ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നതാണ്. അപ്പോഴും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ രീതിയിൽ കുടുംബത്തിന് സമാശ്വാസകരമായ രീതിയിൽ നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതും അന്നും കണ്ടതാണ്. അപ്പോൾ ചില ആളുകൾക്ക്
വ്യക്തികളാണ്, അവർ മുതിർന്ന വ്യക്തികളാണ്, അപ്പോൾ അവരുടെ കാര്യം അവർ നോക്കിക്കോളും, പാർട്ടി ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ, ബിനീഷിന്റെ കാര്യത്തിൽ കൈ കഴുകി മാറി നിൽക്കുമ്പോൾ, വീണാ വിജയന് നേരെ ഒരു ആരോപണം ഉയരുമ്പോൾ CPM-ന്റെ സർവ്വവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ വലിയ മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന വീണാ വിജയന്റെ ഈ മാസപ്പടി കേസിൽ ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കക്ഷിയേറുകയുണ്ടായി. അപ്പോൾ കേരള ഖജനാവിന്, പൊതുസമൂഹത്തിന് ഒരുപാട് ബാധ്യത വരുന്ന ഒരു വിഷയമാണ്. KSIDCക്ക് കിട്ടേണ്ട പണം മറ്റുള്ള സ്വകാര്യ വ്യക്തികളിലേക്ക് പോകണു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷോൺ ജോർജ് ആ കേസിൽ കക്ഷി ചേർന്നത്. അതിൽ ഈ KSIDCയുടെ ഷെയറൊക്കെ ഷോൺ ജോർജ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീണാ വിജയനെ കുറിച്ച് പല നിർണായക വിവരങ്ങളും ഷോൺ ജോർജിന് എത്തിച്ചു കൊടുത്തത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട ചില ആളുകളാണ് എന്നൊരു ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ് എന്തൊക്കെയാണ്. അതെ, അവര് നല്ലൊരു സൗഹൃദ ബന്ധം കൂടിയാണ്. അതെ, അപ്പൊ ആ രീതിയിൽ വീണാ വിജയന് നേരെ നടക്കുന്ന ഈ കേസിലൊക്കെ ബിനീഷ് കോടിയേരി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഷോൺ ജോർജിനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, പക്ഷെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ വീണാ വിജയനെതിരെ ED റെയ്ഡ് നടക്കുമ്പോൾ ബിനീഷ് കോടിയേരി ആ സമയത്ത് അവിടെ കൃത്യമായി വരികയും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതായത്, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ലഭിച്ചിട്ടില്ല. എന്നാൽ അത്തരം കാര്യങ്ങൾ വിമർശനാത്മകമായി നോക്കിക്കാണാനോ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സമയമല്ല ഇത്. ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് ഈ ഒരു വിഷയത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായി പിണറായി വിജയൻ എന്ന നേതാവിനെ തകർക്കുന്നതിന് വേണ്ടി മകളെ കരുവാക്കിക്കൊണ്ട് നടക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു അന്വേഷണ നാടകമാണ്. ഇതിനെ പാർട്ടിയുടെ നിലപാട് എന്താണോ അതാണ് എൻ്റെ നിലപാട്. ഞാൻ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ ഞാൻ നേരിടുന്നു, EDയെ പ്രതിഷേധിക്കുന്നു, പ്രതിരോധിക്കുന്നു എന്നാണ് ബിനീഷ് കോടിയേരി പറഞ്ഞത്. അവിടെയും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിനീഷ് കോടിയേരി പക്ഷത്തുള്ള ചില ആളുകൾ വന്നാണ് EDയെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. അത് ബിനീഷിന്റെ താല്പര്യമായിരുന്നു. അങ്ങനെ ഈ കേസ് വഴിതിരിഞ്ഞു പോകും, അപ്പോൾ ED കൂടുതൽ പ്രകോപിതരാകും, വീണയ്ക്ക് നേരെയുള്ള കേസ് കൂടുതൽ ആർജവത്തോടുകൂടി ഗൗരവത്തോടുകൂടി ED ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അറിയില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം അവിടെ അന്ന് അരങ്ങേറി. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത്, അവരുടെ കാറ് തല്ലി പൊളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വധശ്രമത്തിന് തന്നെയാണ് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിനോദിനി ബാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചിലതൊക്കെ കതിരാണ്, പതിരുകൾ ഉണ്ടാവാം, പക്ഷെ കതിരും അതിലുണ്ട്. ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി ആ അഗ്രഹാര ജയിലിൽ കിടന്നതിന് ശേഷം, പരപ്പന അഗ്രഹാര ജയിലിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി കിടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അംഗത്വം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പലതവണ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിന് വിലങ്ങുതടിയായി നിന്ന് നേരത്തെ ഫവാസ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ പോളിറ്റ് ബ്യൂറോ മെമ്പറായ MV ഗോവിന്ദൻ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ വിനോദിനി ബാലകൃഷ്ണനും ഇത്തരം ഒരു മുതിർന്ന നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗമായ ഒരാൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞങ്ങൾ അവഗണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുകയുണ്ടായി, അത് പിണറായി വിജയനാണോ ആ മുതിർന്ന നേതാവ് എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയനല്ല, അദ്ദേഹം വിളിച്ചാൽ ഫോൺ എടുക്കും, പല സന്ദർഭങ്ങളിലും കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും പിന്നീട് പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുതിർന്ന ആള് എന്ന് പറയുന്നത് MV ഗോവിന്ദൻ തന്നെയാണ്. അപ്പോൾ സംശയരഹിതമായി MV ഗോവിന്ദനിലേക്ക് തന്നെയാണ് അവരുടെ ആരോപണത്തിന്റെ കുന്തമന നീണ്ടു ചെല്ലുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഈ കണ്ണൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലുമെല്ലാം CPM-ന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാക്കന്മാരുടെ ചില ദുഷ്പ്രവണതകളോട് എതിർത്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച ആളുകൾ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പില്ലായ്മയാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് കണ്ണൂരിലും തളിപ്പറമ്പിലും ഒക്കെ ഇത്തരത്തിലൊരു പ്രതിഭാസം ഉടലെടുക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പാർട്ടിയുടെ ഈറ്റില്ലമാണ് കണ്ണൂരും തളിപ്പറമ്പും ഈ പറഞ്ഞ പോലെ അമ്പലപ്പുഴയൊക്കെ. അപ്പൊ തീർച്ചയായും അത്തരത്തിൽ അവിടെ നിന്ന് ഈ നിലവിലുള്ള നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ നയ വ്യതിയാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്ക് പുറത്തു വന്ന് പാർട്ടിയെ തിരുത്താൻ വേണ്ടി പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന TK ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനും അതുപോലെ G സുധാകരനും ഒക്കെ അതിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ സാരമായ ചില തകരാറുകൾ
ഈ പാർട്ടിയുടെ ഘടനയിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ നയിക്കുന്ന ആളുകളുടെ ആ നേതൃപാടവത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ മറ്റൊരു രൂപമാണ്, പരിണിത രൂപം തന്നെയാണ് ഇപ്പോൾ വിനോദിനി ബാലകൃഷ്ണനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അവരും അടിയുറച്ച പാർട്ടി വിശ്വാസികളാണ്. അവരുടെ അച്ഛൻ പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ അവർ പാർട്ടിയുടെ പാരമ്പര്യമുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ആളുകൾ തന്നെയാണ് വിനോദിനി ബാലകൃഷ്ണനും. അപ്പോൾ തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് പാർട്ടി അവമതിപ്പ് കാണിച്ചു എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-നെതിരായി CPM എന്നൊരു അച്ചുതണ്ട് രൂപപ്പെട്ടതുപോലെ ആ അച്ചുതണ്ടിന് ചുറ്റും വീണ്ടും കുറെ ആളുകൾ കൂടി വന്നു ചേരുന്നു. CPM അക്ഷരാർത്ഥത്തിൽ ബലഹീനരായി മാറുന്നു. CPM-ന് എതിരെ മറ്റൊരു വിമതപക്ഷം രൂപപ്പെടുന്നു. അതിൽ വിനോദിനി ബാലകൃഷ്ണനെല്ലാം ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൂടെ ഇനി എന്താണ് CPM-ന് കൂടുതലായിട്ട് ഉണ്ടാകാൻ പോകുക എന്നുള്ളത് നമുക്ക് കൂടുതൽ കാത്തിരിക്കേണ്ടതായി വരും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.